നമസ്കാരം. ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണത്തെയും അവയുടെ പ്രവർത്തന രീതികളെയും കുറിച്ചുള്ള സാങ്കേതികമായ ചർച്ചകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ജീസസ് നട്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിശ്വാസവും ജീവനും തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധം ഈ ചെറിയ യന്ത്രഭാഗത്തിന് പിന്നിലുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ബ്ലേഡുകളെ അതിൻ്റെ പ്രധാന ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ബോൾട്ടിനെയാണ് ഈ പേര് വിളിക്കുന്നത്. വിയറ്റ്നാം യുദ്ധകാലത്താണ് അമേരിക്കൻ പൈലറ്റുമാർക്കിടയിൽ ഈ വാക്ക് പ്രചാരത്തിലായത്. പറക്കുന്നതിനിടയിൽ ഈ ഭാഗത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ പിന്നെ പൈലറ്റിന് ചെയ്യുവാൻ മറ്റൊന്നുമില്ലെന്നും ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്നുമുള്ള ചിന്തയിൽ നിന്നാണ് ഈ വിചിത്രമായ പേര് ഉടലെടുക്കുന്നത്. ഒരു ഹെലികോപ്റ്ററിൻ്റെ ആകാശത്തിലെ ചലനങ്ങളും സുരക്ഷയും മുഴുവൻ ഈ ഏക ഭാഗത്തെ കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത്. ഹെലികോപ്റ്ററിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന കരുത്ത് റോട്ടർ ബ്ലേഡുകളിലേക്ക് എത്തിക്കുന്ന മുകളിലെ വലിയ ഷാഫ്റ്റും ബ്ലേഡുകളും ഉറപ്പിച്ചിരിക്കുന്ന ഭാഗവും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ജീസസ് നട്ടാണ്. പറക്കുന്ന സമയത്ത് വിമാനത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നതും വായുവിലെ മർദ്ദത്തെ പ്രതിരോധിക്കുന്നതും ഈ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ലോഹക്കോട്ടുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. സാധാരണ മെക്കാനിക്കൽ ഭാഗങ്ങളെപ്പോലെ ഇതിൽ ചെറിയൊരു തകരാർ സംഭവിച്ചാൽ പോലും അത് വലിയ വിപത്തിലേക്ക് നയിക്കും. മിക്ക ഹെലികോപ്റ്ററുകളിലും ഈ നട്ട് അഴിഞ്ഞു പോകാതിരിക്കാനായി പ്രത്യേക സേഫ്റ്റി പിന്നുകളും ലോക്കിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കാറുണ്ട്. സാങ്കേതികമായി ഇതിനെ മെയിൻ റോട്ടർ റിട്ടേണിംഗ് നട്ട് എന്നാണ് വിളിക്കുന്നത്. എഞ്ചിനീയറിംഗ് ലോകത്ത് ഇതൊരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ആയി കണക്കാക്കപ്പെടുന്നു. അതായത് ഒരു വലിയ യന്ത്ര സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം പരാജയപ്പെട്ടാൽ ആ യന്ത്രം മുഴുവനായി തകരുകയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും രക്ഷിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഹെലികോപ്റ്ററിലെ മറ്റ് പല ഭാഗങ്ങൾക്കും പകരമായി പ്രവർത്തിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകാമെങ്കിലും ജീസസ് നട്ട് ഒരേ ഒരു ഭാഗം മാത്രമാണ്. അത് തകരാറിലായാൽ ബ്ലേഡുകൾ ഷാഫ്റ്റിൽ നിന്ന് വേർപ്പെടുകയും ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുകയും ചെയ്യും. ആധുനിക വ്യോമയാന മേഖലയിൽ സുരക്ഷാ പരിശോധനകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഭാഗമാണിത്. ഓരോ പറക്കലിന് മുൻപും സാങ്കേതിക വിദഗ്ധർ ഈ ഭാഗം കൃത്യമായി പരിശോധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. കാലപ്പഴക്കം ചെല്ലുന്തോറും ലോഹത്തിനുണ്ടാകുന്ന തേയ്മാനം പരിശോധിക്കുവാൻ അത്യാധുനികമായ എക്സ്റേ പരിശോധനകളും കാന്തിക പരിശോധനകളും നടത്താറുണ്ട്. ഇന്ന് ഉപയോഗത്തിലുള്ള പല അത്യാധുനിക ഹെലികോപ്റ്ററുകളിലും ജീസസ് നട്ടിന് പകരമായി 2 ഭാഗങ്ങളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നിലധികം വിഭജിക്കപ്പെട്ട ഘടകങ്ങൾ ഉള്ളതിനാൽ ഒരു ഭാഗം പരാജയപ്പെട്ടാലും മറ്റേത് വിമാനത്തെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും. സാങ്കേതികമായി ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതൊരു പ്രതീകാത്മകമായ അർത്ഥം കൂടി കൈവരിച്ചിട്ടുണ്ട്. ഏതൊരു സങ്കീർണമായ പ്രക്രിയയിലും അതിനെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റക്കണ്ണിയെ ജീസസ് നട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സാഹിത്യത്തിലും സിനിമകളിലും മറ്റും ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളെയോ വ്യക്തികളെയോ സൂചിപ്പിക്കുവാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഹെലികോപ്റ്റർ യാത്രയുടെ സുരക്ഷിതത്വം ആ ഒരു ചെറിയ നട്ടിൻ്റെ ബലത്തിലാണ് എന്നത് സാങ്കേതിക വിദ്യയും മനുഷ്യജീവനും തമ്മിലുള്ള നേർത്ത അതിർവരമ്പിനെ നമുക്ക് കാണിച്ചു തരുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.